ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചിങ്ങം 1 നിങ്ങൾക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്, നിങ്ങൾക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് പൈലൊന്നും വെച്ചിട്ടില്ല. അപ്പം നിങ്ങളുടെ ഈ ഒരു കാലാവസ്ഥയ്ക്കും ഈ ഒരു ചിങ്ങം 1 എല്ലാവർക്കും ജനറലായിട്ട് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതലും നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിലേക്ക് വരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്സ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ഏഞ്ചൽസിന് ഈ സമയം നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയാണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയം ഈ ഒരു ചിങ്ങം അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ഒരു സമയം എന്തും നിങ്ങളുടെ ഡിവൈനോട് ചോദിക്കാം, അല്ലെങ്കിൽ എന്തും നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തിനോട് ചോദിക്കാം. നിങ്ങളുടെ മുന്നിൽ ഈ ഒരു ടൈം നിങ്ങളുടെ ദൈവം പ്രത്യക്ഷപ്പെടുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഡിവൈൻ കുറേ അധികം ആൾക്കാർ, എനിക്ക് തോന്നുന്നു കുറേ അധികം ആൾക്കാർ ഈ ഒരു ടൈമിൽ ഡിവൈനെ കാണാൻ, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നു, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു സംഭവം ഈ ഒരു ടൈമിൽ ഉറപ്പായിട്ടും നടക്കും. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എല്ലാം ഡിവൈൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ളത് 100% ഉറപ്പാണ്. പലർക്കും ഈ ഒരു ബ്ലെസ്സിങ്സ് ഈ ഒരു ടൈമിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എന്നെനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾ ചെയ്യാനുള്ള കാര്യമെന്ന് പറയുന്നത്, നിങ്ങളെ വിശ്വസിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് എല്ലാ പർപ്പസും ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ സോൾ നിങ്ങൾക്ക് എല്ലാ കണക്ഷനും നിങ്ങൾക്ക് തരുള്ളൂ. എങ്കിൽ മാത്രമാണ് ദ ഹോൾ യൂണിവേഴ്സ്, അല്ലെങ്കിൽ ഹോൾ എല്ലാ ഡിവൈനും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുള്ളൂ. അതിന് പുറമെയാണ് നിങ്ങളുടെ ഈ ഒരു ബ്ലെസ്സിങ്സ് ആയിട്ടുള്ളൊരു ഡിവൈൻ നിങ്ങളുടെ ആ ഒരു പർപ്പസിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതിനുശേഷം പീസ്ഫുള്ളായിട്ട് റെസൊല്യൂഷൻ മാക്സിമം നിങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതായത് പോസിറ്റീവായിട്ട് മാക്സിമം ഇരിക്കാൻ വേണ്ടി നോക്കുക, പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക. സന്തോഷത്തോടെ ഹാപ്പിനെസ്സായിട്ട് കളർഫുള്ളായിട്ടൊരു ലൈഫായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വരുന്നതെങ്കിൽ പോലും നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരുന്ന് ബ്ലെസ്സിങ്സോട് കൂടി ഡിവൈനോട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് എന്താണ് ഒരു സമയം വേണ്ടത് പോസിറ്റീവായിട്ട് മാക്സിമം ഇരിക്കാൻ വേണ്ടി നോക്കുക. പോസിറ്റീവാണ് എങ്കിൽ പോലും കൂടുതലധികം കുറച്ചും കൂടി പോസിറ്റീവായിട്ട് ഇരിക്കാൻ നോക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് മാക്സിമം നിങ്ങൾ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി നോക്കുക. ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, മെയിൻലി നിങ്ങൾക്ക് സ്വന്തം ആണെന്ന് വിചാരിക്കുന്ന ശരീരം പോലും നിങ്ങൾ കടമെടുത്തിട്ട് വന്ന വ്യക്തികളാണെന്നുള്ളത് ആലോചിക്കുക. കണ്ണോട് കാണുന്നതെല്ലാം കണ്ണുക്ക് സ്വന്തമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് കണ്ണുകൊണ്ട് കാണുന്ന ഒന്നും നിങ്ങൾക്ക് സ്വന്തമല്ല. നിങ്ങൾ കണ്ണാടി പോയിട്ട് നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾ പറയും കണ്ണോട് കാണുന്നതെല്ലാം നിങ്ങൾക്ക് സ്വന്തമല്ല. അതായത് നിങ്ങൾ കണ്ണാടി പോയിട്ട് നോക്കിയിട്ട് നിങ്ങളടുത്ത് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്കത് സ്വന്തമല്ലെന്നേ നിങ്ങളുടെ ഡിവൈൻ പറയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം പോലും നിങ്ങൾക്ക് സ്വന്തമല്ല. അപ്പോഴത്തേക്കും ഈ പറയുന്ന എനർജി വേസ്റ്റാക്കുക, ഓവർ തിങ്കിങ്, നെഗറ്റീവ് ചിന്താഗതികൾ, അതേപോലെ തന്നെ റിലേഷൻഷിപ്പിൽ പെട്ടുപോയിട്ട് ഡിപ്രഷൻ അടിച്ച് നിൽക്കുക, ഇതൊക്കെ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ശരീരത്തെ കൂടുതലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഡോപ്പാമിൻ, സെറിട്ടോണിൻ എന്ന് പറയുന്ന 2 ഹാപ്പി ഹോർമോൺസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ അത് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുള്ളൂ. ഹെൽത്ത് ഇമ്പ്രൂവ് ആയാൽ മാത്രമേ നിങ്ങളുടെ മെൻറ്റാലിറ്റി ഇമ്പ്രൂവ് ആവുള്ളൂ. ഹെൽത്ത് മെയിൻലി ഭയങ്കരമായിട്ടും കോൺഷ്യസ് ആണ്. എല്ലാവരുടെയും ഹെൽത്ത് ഭയങ്കരമായിട്ടും ഹെൽത്ത് മാക്സിമം നോക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഹെൽത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈൻഡ് ഭയങ്കരമായിട്ടും ഔട്ടായി പോകും. മൈൻഡ് ഔട്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നിനും തന്നെ കോൺസെൻട്രേഷൻ കിട്ടില്ല. അപ്പോൾ മെൻറ്റാലിറ്റി, ഹെൽത്ത് നിങ്ങൾ ഭയങ്കരമായിട്ടും ഇമ്പ്രൂവ് ചെയ്യുക. കാരണം ഇതൊന്നും നിങ്ങൾക്ക് സ്വന്തമല്ല. നിങ്ങൾക്ക് ഒരു കടമെടുത്ത് വന്നേക്കണം. 3-4 പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നേക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ശരീരം ഇപ്പോൾ എൻ്റെ ഒരു ബോഡി തന്നെ എനിക്ക് തന്നിരിക്കുന്നത് ഡിവൈൻ്റെ ബ്ലെസ്സിങ്സ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ സോൾ മാത്രമായിരിക്കും എനിക്ക് സ്വന്തം. അപ്പോൾ അതിനോട് ഉപദ്രവിക്കാണ്ടിരിക്കുക, അതിനോട് കരുണ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഈ ടൈമിൽ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യേണ്ട, നോട്ട് ദ റൈറ്റ് ടൈം, ഇപ്പം വേണ്ട, ഇപ്പം ചെയ്യേണ്ട, നാളെ ചെയ്യാം എന്ന് പറഞ്ഞാൽ മടിയായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. ബ്ലെസ്സിങ്സ് ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ദയവായി നിങ്ങൾ നാളത്തേക്ക് ഒന്നും മാറ്റി വയ്ക്കാണ്ടിരിക്കുക. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും പോസിറ്റീവായിട്ടുള്ള എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും സടകുടഞ്ഞ് എണീച്ച് നിങ്ങൾ ഈ ഒരു ടൈമിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുക. ഇറ്റ്സ് അപ് ടു യു. നിനക്ക് വേണ്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ എല്ലാം നിൻ്റെ അടുത്തോട്ട് തന്നെ വരും. അല്ലാണ്ട് നിനക്ക് അങ്ങോട്ട് തേടി പോകേണ്ട ഒന്നിൻ്റെയും ആവശ്യമില്ല എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയുന്നു. നിനക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ നിൻ്റെ കയ്യിൽ കൊണ്ടെത്തിക്കും. ഓക്കെ, ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐ തിങ്ക് ഈ ഒരു ടൈമിൽ നിങ്ങളെ കുറേയധികം ആൾക്കാർ സഹായിക്കാൻ വേണ്ടി വരും. ഡിവൈൻ സപ്പോർട്ടോടി വരും. അല്ലെങ്കിൽ നിങ്ങൾ ബ്ലെസ്സിങ്സ് ആയിട്ടുള്ള ഒരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഡിവൈൻസ് എല്ലാവരും ഈ ടൈമിൽ നിങ്ങളെ കാണാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ടൈമായിട്ടാണ് കാണുന്നത്. ചിങ്ങം ഒന്ന് ഭയങ്കരമായിട്ടും ഒരു പോസിറ്റീവ് എനർജി ഉള്ളൊരു ടൈമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് നിങ്ങൾ മിസ്യൂസ് ചെയ്യാണ്ടിരിക്കുക. ബാക്കിയെല്ലാം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ റിയലൈസ് ചെയ്ത് അറിയാൻ പറ്റും. ബാക്കിയുള്ളതെല്ലാം സ്റ്റോപ്പാണ്. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. റിയലൈസ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് അറിയാൻ പറ്റുന്ന കാര്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ സോളിൻ്റെ പേരിലും എൻ്റെ ഡിവൈൻസിൻ്റെ പേരിലും ദ ഹോൾ യൂണിവേഴ്സ് എലമെൻറ്റ്സിൻ്റെ പേരിലും താങ്ക് യു. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിലിട്ട് കാണാം.